ബോധവൽക്കരണ സന്ദേശ യാത്രകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ ഡേവിഡ് എബ്രഹാമിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്റെ ഇരു കണ്ണുകൾക്കും വളരെ 100% കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനാണ്. എന്നാൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കപ്പെടുന്ന അനുദിനമുള്ള വാർത്തകൾ, മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കൊണ്ട് ഒത്തിരി യുവജനങ്ങൾ നശിക്കുന്നതിനെ ചൊല്ലിയുള്ള അതിയായിട്ടുള്ളൊരു ഭാരമാണ് ഇതുപോലെയുള്ള ലഹരി ബോധവൽക്കരണ സന്ദേശ യാത്രകൾ നടത്തുവാൻ പ്രിയപ്പെട്ട ദൈവമനുഷ്യന്റെ ഹൃദയത്തിൽ ആഗ്രഹം തോന്നി ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ പുറമേ നോക്കിയാൽ കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെയും ലോകത്തെ മുഴുവനായി തകർത്തുകൊണ്ടിരിക്കുന്ന, കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും മനുഷ്യന്റെ സ്വപ്നങ്ങളെ മുച്ചൂട് പൊടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ തന്റെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും തന്റെ ഹൃദയ കണ്ണുകൾ തുറന്നുകൊണ്ട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് തന്നാലാവോളം താൻ കുടുംബമായി ഇതുപോലെയുള്ള ലഹരി ബോധവൽക്കരണ സന്ദേശം കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയും 14 ജില്ലകളിലും ഇങ്ങനെ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. തന്നോടൊപ്പം റവറൻഡ് ലാലു അവർകൾ, മറ്റു ചില ദൈവദാസന്മാരും തന്നോടൊപ്പം ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരോടൊരുമിച്ച് എനിക്കും ഇതുപോലെ ഈ അടൂർ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഇതിനു മുൻപും എൻ്റെ പ്രഭാഷണം പല ആവർത്തി ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളാണ് ഈ ദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിപ്പാൻ എനിക്ക് ലഭ്യമായിരിക്കുന്ന ഈ അവസരം വലിയൊരു ഭാഗ്യമായി, പദവിയായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശത്തുള്ള എല്ലാ പ്രിയ വ്യാപാരി വ്യവസായികൾ, റെയിൽവേ സ്റ്റേഷനിലുള്ള പ്രിയപ്പെട്ടവർ, വളരെ തിരക്കിട്ട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതർ, എൻ്റെ സഹപാഠികൾ അടക്കമുള്ള ഒട്ടനവധി ആളുകൾ ഈ അനുഗ്രഹിക്കപ്പെട്ട തുടർന്നുള്ള പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളെയും ഈ വൈകിയ വേളയിൽ ഞാൻ വന്ദനം ചെയ്തുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഹൃദയത്തിന്റെ ഹൃദയങ്ങളിൽ വളരെ നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശം കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ് സമാധാനം എന്നുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെയും പത്രദൃശ്യ മാധ്യമങ്ങളിലും ഓരോ ചാനൽ ചർച്ചകളിലും ഓരോ രാഷ്ട്ര തലവന്മാർ ചാനൽ ചർച്ചകളിലും ഓരോ രാഷ്ട്ര തലവന്മാരുമായി തമ്മിലുള്ള ഒത്തിരി ചർച്ചകൾ അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ചർച്ചകളുടെ എല്ലാം ആകെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചാൽ, എങ്ങനെ നമ്മുടെ നാടിന് സമാധാനം കൊടുക്കാമെന്നുള്ള ഒറ്റ കാര്യമാണ് ഈ ദിവസങ്ങളിൽ മുഴുവനായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് യുദ്ധങ്ങളാലും യുദ്ധശ്രുതികളാലും അനേക പിച്ചുകുഞ്ഞുങ്ങളടക്കം തകർത്തടിയുമ്പോൾ, നാളെയുടെ നീളയിൽ ഭാവി വാഗ്ദാനങ്ങളാകേണ്ട ഒത്തിരി ആളുകൾ തകർന്നടിഞ്ഞു വീഴുമ്പോൾ, ഓരോ ഭൂമിയിലും മനുഷ്യമാംസം പൊട്ടിച്ചേറുമ്പോൾ, അങ്ങനെ രക്തപ്പുഴയായി ഒഴുകപ്പെടുന്ന ഈ വല്ലാത്ത അന്തരീക്ഷത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് ഓരോ രാഷ്ട്ര തലവന്മാരും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ് എങ്ങനെ നമുക്ക് അല്പം സമാധാനം കൈവരിക്കാമെന്നുള്ളത്. നമ്മുടെയൊക്കെ വീടുമുറ്റത്തേക്ക് പ്രഭാതത്തിൽ പറഞ്ഞു വീഴുന്ന മംഗളമോ മനോരമയോ കൗമുദിയോ എന്ന് ഏതുമായി കൊള്ളട്ടെ, ഏത് പത്രങ്ങൾ നോക്കിയാലും, മനോരമയും കൈരളിയും 24 ഏത് വാർത്താ ചാനലുകൾ നമ്മൾ നോക്കിയാലും, ഓരോ ദിവസങ്ങളിലെയും വാർത്തകൾ കേൾക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഹൃദയത്തിന്റെ കത്തറങ്ങളിൽ വല്ലാത്തൊരു ഭാരം ഉണ്ടാകാറുണ്ട്. പ്രിയരെ, അത് ശരിയല്ലേ? നമ്മളൊക്കെ തട്ടിത്തടുക്കി തലോടി കൈ വളരുന്നതോ കാൽ വളരുന്നതോ എന്ന് നോക്കി നട്ടു നനച്ച് വളർത്തുന്ന നമ്മുടെ പിച്ചോമനകൾ നടുറോഡിൽ ചിന്തിച്ചു തെറിപ്പോകുന്നു. കലാലയങ്ങളിലേക്ക് അക്ഷരാഭ്യാസത്തിന് വേണ്ടി, ഏറിയ പാണ്ഡിത്യത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന നമ്മുടെ കുരുന്നുകൾ കലാലയത്തിൽ അവരുടെ ജീവൻ പൊതിഞ്ഞു പോകുന്ന വല്ലാത്തൊരു കാലഘട്ടം. 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും ഒരേപോലെ വിച്ഛിന്നപ്പെടുന്ന വല്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ നോക്കുമ്പോൾ നാം അധിവസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എവിടെ നോക്കിയാൽ നമുക്ക് കേരളം എന്നൊരു പദം നോക്കിയാൽ അറിയാം, അത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊരു
അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എനിക്ക് മുൻപായി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ദൈവമനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡോക്ടർ വന്ദന കേരളക്കരയ്ക്ക് ഒരിക്കലും മറന്നു കളയാനാവാത്ത ഒട്ടനവധി സംഭാവനകൾ ആരോഗ്യ കേരളത്തിന് നൽകി തന്ന ഡോക്ടർ വന്ദന നല്ലൊരു യൗവനക്കാരി, അറിയപ്പെടുന്ന നല്ലൊരു ഡോക്ടർ, കലാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരാഭ്യാസം നൽകിക്കൊടുക്കുന്ന, പാണ്ഡിത്യം നൽകിക്കൊടുക്കുന്ന, അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകളെ കരം പിടിച്ചറിയിക്കുന്ന നല്ലൊരു അധ്യാപകൻ മദ്യപിച്ച് നെക്കുകെട്ട് ഡോക്ടർ വന്ദന എന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ വാർത്ത നമ്മളാരും വായിച്ചു പറഞ്ഞില്ല. പ്രിയരെ, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് അടിവരയിട്ട് അവിടെ പറഞ്ഞിരുന്നു. കുരുന്നുകൾക്ക് അക്ഷരാഭ്യാസങ്ങൾ നൽകിക്കൊടുക്കുന്ന, അറിവിന്റെ ലോകത്തേക്ക് കരം പിടിച്ചറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യാപകൻ. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാൻ കഴിയും. ആ ദിവസത്തിലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള മീഡിയകളിൽ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ്. മദ്യപിച്ച് നെറ്റികെട്ട് ആ ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്ന് പിച്ചും പേയും പറയുന്ന ഒരു വല്ലാത്ത മനുഷ്യൻ. നോക്ക്, അറിവുള്ള മനുഷ്യനാ, പാണ്ഡിത്യമുള്ള മനുഷ്യനാ. ഫോർട്ട് കൊച്ചിയിൽ അനുഗ്രഹിക്കപ്പെട്ട PhD ചെയ്ത, അതും സൈക്കോളജിയിൽ PhD ചെയ്ത ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിലെ രണ്ടുപേരെ അതിദാരുണമായി കൊലപ്പെടുത്തി. പേര് ഡോക്ടറിനെ അവകാശം പറയാൻ കഴിയുന്ന നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യൻ. അവിടെയും തീരുന്നില്ല. വെഞ്ഞാറമൂട്ടിൽ അഭാരത്ത് പറയപ്പെടുന്ന 23 വയസ്സുകാരനെ നോക്കിയാൽ അറിയാം, ആ മനുഷ്യൻ നല്ലൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ആവശ്യമായിട്ടുള്ള പാണ്ഡിത്യമുണ്ട്, നല്ല ലാംഗ്വേജ് ഉണ്ട്, കാണാൻ സുഖനാണ്, സുന്ദരനാണ്. പക്ഷെ നോക്ക്, 5.5 മണിക്കൂറുകൾ കൊണ്ട് 5 കൊലപാതകങ്ങൾ ചെയ്ത ആ 23 വയസ്സുകാരനോട് ചോദിച്ചാലും ആ യൗവനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ലഹരി എന്നെ തകർത്ത് കളഞ്ഞു, ലഹരി എന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞു, എന്റെ മാതാവിനെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുഴുവനും പിച്ചു ചീന്തിയത് അത് ലഹരിയാണ് എന്ന് ആ യൗവനക്കാരനും വിളിച്ചു പറയും. പ്രിയ സ്നേഹിതരെ, സ്വന്തം അമ്മയുടെ ശിരസിലേക്ക് ചുറ്റിക വെച്ച് ആനടിച്ച് തലയോടി പൊട്ടിത്തെറിച്ചു എന്ന് മനസ്സിലായ ആ മകൻ അവിടെ നിന്നും തന്റെ ബൈക്കെടുത്തുകൊണ്ട് 14 കിലോമീറ്റർ അപ്പുറത്തായിട്ട് തന്റെ വല്യമ്മയുടെ അടുക്കൽ ചെന്ന് അവിടെ ചില ചർച്ചകൾ നടന്നു. ഒടുവിൽ തർക്കമായി ആ വല്യമ്മയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അതിദാരുണമായി കൊല ചെയ്തു. അവിടെയും തീരുന്നില്ല. തന്റെ പിതാവിന്റെ അനുജന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. തന്റെ അപ്പാപ്പനെയും ഭാര്യ അടക്കമുള്ള, അല്ലെങ്കിൽ തന്റെ കൊച്ചമ്മയടക്കമുള്ള ആളുകളെ ചുറ്റികടിച്ച് തലയോട് പൊട്ടിച്ച് അതിദാരുണമായി അതിക്രൂരമായി കൊല ചെയ്തു. വീട്ടിലേക്ക് ഒരു മണി ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ച് തന്റെ കൂടപ്പുറപ്പായിരിക്കുന്ന സ്വന്തം സഹോദരൻ 8ാം ക്ലാസ്സുകാരന് വേണ്ടി ഒരു ചിക്കൻ ബിരിയാണി, അവൻ ഇഷ്ടപ്പെട്ട ഭോജ്യമാണത്, അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് ആ മകന്റെ തോളത്ത് കരം വെച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ 8 വയസ്സുകാരൻ ചിന്തിച്ചിരുന്നില്ല, എന്റെ ജ്യേഷ്ഠന്റെ സിരകളിലൂടെ ഓടുന്നത് അത് സ്നേഹത്തിന്റെ വിത്താണോ എന്നാ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല. മകൻ തിരിച്ചറിഞ്ഞില്ല. പ്രിയരെ, അല്പം കൂടെ കഴിയുമ്പോൾ കാണുന്നുണ്ട്, സ്വന്തം അനുജന് വേണ്ടി വാങ്ങിക്കൊണ്ട് വെച്ച ചിക്കൻ ബിരിയാണി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ആ സ്വന്തം സഹോദരനെ ചുറ്റിക കൊണ്ട് അടിച്ച് തന്റെ തലയോട് പൊട്ടിച്ചുകൊണ്ട് സ്വന്തം സഹോദരനെ കൊല ചെയ്തത് നമ്മൾ പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസത്തെയും പത്രത്തിലും ചാനൽ ചർച്ചകളിലും അഭാരെന്ന് പറയപ്പെടുന്ന 23 വയസ്സുകാരൻ ആ വിദ്യാർത്ഥിയെ പറ്റി നല്ല രീതിയിൽ ഘോരഘോരം പല ആളുകളും പല പ്രസ്താവനകളും നടത്തിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. പ്രിയരെ, 23 വയസ്സുകാരൻ 14 കിലോമീറ്റർ കടന്ന് യാത്ര ചെയ്ത് വേറൊരു കൊലപാതകം, അവിടെ നിന്നും 13 കിലോമീറ്റർ യാത്ര ചെയ്ത് മറ്റൊരു കൊലപാതകം, അവിടെ നിന്നും 12 കിലോമീറ്റർ യാത്ര ചെയ്ത് മറ്റ് 2 കൊലപാതകം, ആകെ പറഞ്ഞാൽ 5.5 മണിക്കൂറുകൾ കൊണ്ട് 5 കൊലപാതകങ്ങൾ ചെയ്യാൻ ആ 23 വയസ്സുകാരനെ, പാണ്ഡിത്യമുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള ആ 23 വയസ്സുകാരനെ പ്രേരിപ്പിച്ച ഘടകമേതാണ് പ്രിയരെ? അവിടെയും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രതി ആ സമയത്ത് മദ്യത്തിന് അടിമയായിരുന്നു, മദ്യപിച്ചിരുന്നു എന്ന്. എന്റെ പൊന്നു സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ പറയാം, 6 വയസ്സുകാരിക്കും 60 വയസ്സുകാരിയും സുരക്ഷിതമല്ലാത്ത വല്ലാത്തൊരു നാട്ടിലാണ് നമ്മളിപ്പോൾ പാർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ ബാറുകളുടെ എണ്ണം വർദ്ധിച്ചു, ഭീകര ഔഷധത്തിന്റെ എണ്ണം വർദ്ധിച്ചു. നോക്ക്, കലാലയത്തിലേക്ക് അക്ഷരാഭ്യാസത്തിന് വേണ്ടി അറിവിന്റെ ലോകത്തിലേക്ക് കടന്നു പോകുന്ന യൗവനക്കാരൊക്കെയും ഈ ദിവസങ്ങളിൽ കലാലയത്തിൽ എത്രയെത്ര കൊലപാതകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
കൊണ്ട് 3-ലധികം പ്രാവശ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മദ്യമയക്കുമരുന്ന് ബോധവൽക്കരണ സന്ദേശം നടത്താൻ എനിക്കും കഴിഞ്ഞു. പ്രിയരെ, ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ആകെ ഉദ്ദേശമെന്തെന്ന് ചോദിച്ചാൽ, ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഞങ്ങൾ ഇവിടെ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു മദ്യപാനിയുടെ, ഒരു തകർന്ന ഒരു കുടുംബത്തിന് വലിയൊരു മാറ്റം നൽകി കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രിയരെ, ഞങ്ങളും കൃതാർത്ഥരായി. ഞാൻ പറഞ്ഞു, അറിവുള്ള പാണ്ഡിത്യമുള്ള ആളുകൾ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വിശുദ്ധ ബൈബിൾ അവരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാലും പ്രിയരെ, മദ്യത്തിലെ ലഹരി പദാർത്ഥത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയുള്ളവരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയരെ. നാളത്തോടിരിക്കുന്ന മനുഷ്യൻ അവൻ വിവേകശൂന്യനായി മാറിയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ ഒന്നുകൂടി അത് കാതു തുറന്ന് കേൾക്കുക. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, അറിവുള്ള, ജ്ഞാനമുള്ള, പാണ്ഡിത്യമുള്ള, അസാധാരണ ജ്ഞാനമുള്ള മനുഷ്യൻ, ചന്ദ്രനിൽ പോലും കൂടുകൂട്ടാൻ കഴിവുള്ള, കരുത്തുള്ള മനുഷ്യൻ, അവൻ വിവേകഹീനനായി കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്ര എന്ന്. പട്ടിക്കും പാമ്പിനും പശുവിനും തുല്യനായി ആ മനുഷ്യൻ മാറുകയാണെന്ന്. നോക്ക്, 5 പേരെ കൂട്ടക്കുരുതി കൊടുത്തപ്പോൾ, സൈനഡ് കൊടുത്തൊരു ജോലി എന്ന് പറയുന്ന സ്ത്രീ 6 പേരെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ, ഭീഷ്മി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി സൈനഡ് കൊടുത്ത് അടിയും കൊലപാതകം നടത്തിയപ്പോൾ, പൈപ്പിനകത്ത് പാമ്പിനെ കയറ്റിയും എത്രയെത്ര അനർത്ഥങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നു പ്രിയരെ. അതുകൊണ്ട് ഞാൻ വേഗത്തിനൊരൊറ്റക്കായി ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ നാട് വല്ലാത്തൊരു നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് വലിയൊരു നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പഠിക്കുന്നവരുണ്ടാകാം, കളിയാക്കുന്നവരുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഞാൻ യാഥാർത്ഥ്യമായി വിളിച്ചു പറയുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് മദ്യം ഉപയോഗിക്കുന്ന, ലഹരി പദാർത്ഥങ്ങൾ കടുവയായിരിക്കുന്ന ഏതെങ്കിലും തലമുറകളുണ്ടെങ്കിൽ പ്രിയരെ, ഈ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അവരെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. കാരണം ഞങ്ങളുടെ ഈ പ്രഭാഷണത്തിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ, മദ്യപിക്കുന്ന ഒരുവൻ ആ മദ്യക്കുപ്പി വലിച്ചെറിയണം. ലഹരി പദാർത്ഥം MDMA, LSD പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ, സിന്തറ്റിക് രൂപത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൽ നിന്ന് പിന്തിരിയണം. അതാണ് ഞങ്ങളുടെ ഏക ഉദ്ദേശം. പ്രഭാതത്തിൽ ജോലിക്കായി കടന്നു പോകുന്ന മാതാപിതാക്കന്മാർ, ജോലിക്കായി കടന്നു പോകുന്ന എന്റെ സഹോദരങ്ങൾ, പ്രഭാതത്തിൽ ജോലിക്ക് കടന്നു പോകുമ്പോൾ 4-5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരം വെച്ചിട്ടും പലരും ശപഥം ചെയ്യാറുണ്ട്. കുഞ്ഞെ, പപ്പ ഇന്ന് വണ്ടി വെച്ചിട്ട് വരത്തില്ല മക്കളെ, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചുകൊണ്ട് പപ്പ ജോലി കഴിഞ്ഞ് നേരത്തെ തന്നെ വീട്ടിലെത്തിക്കോളാമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പ്രോമിസ് കൊടുത്തിട്ട് പോകുന്ന മാതാപിതാക്കന്മാരുണ്ട്. എന്നാൽ ഈ കാലത്തെ ഒരു പഠനമനുസരിച്ച് 60% സ്ത്രീകൾ മദ്യപിക്കുന്നവരെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമാസികയ്ക്കകത്ത് കടപ്പുണ്ട്. ഇങ്ങനെ തീരുമാനമെടുത്തിട്ട് ജോലിക്ക് പോകുന്ന മനുഷ്യൻ എരിപൊരിയുന്ന വെയിലത്ത് കൽപ്പണിയോ തടിപ്പണിയോ ഇനി എന്തുമായിക്കൊള്ളട്ടെ ജോലി ചെയ്ത് അധ്വാനം ചെയ്ത് കിട്ടുന്ന രക്തകണങ്ങൾ വിയർപ്പുതുള്ളികളാക്കി മാറ്റി കിട്ടുന്ന വേതനം അത് നേരെ ബീവറേജിന്റെ ഔട്ട്ലെറ്റിൽ കൊണ്ട് കൊടുത്ത് ചിലവഴിക്കുന്നെങ്കിൽ, സ്വന്തം കുഞ്ഞിന്റെ മുൻപിൽ എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയ സ്നേഹിത, ഈ പ്രഭാഷണം നിങ്ങളോട് തന്നെയുള്ളതാ. ഈ പ്രഭാഷണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതാ. ഈ പ്രഭാഷണം നിങ്ങളുടെ പകർന്നടിച്ചിരിക്കുന്ന കുടുംബ ബന്ധത്തെ ഒന്നുകൂടെ പണിതെടുക്കാൻ കഴിയുന്ന സന്ദേശമാണ് പ്രിയരെ ഈ സന്ദേശം. അങ്ങനെ എടുക്കപ്പെടുന്ന തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വിശുദ്ധ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുമ്പോൾ, മദ്യപാനി വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുക, മദ്യപാനിയോ അവൻ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലെന്ന് വിളിച്ചു പറയുമ്പോൾ, മദ്യപിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, എത്ര വലിയ ക്രൈസ്തവനാണെങ്കിലും, എത്ര പാരമ്പര്യം പറയാനുള്ള വ്യക്തിയാണെങ്കിലും, പ്രിയ സ്നേഹിത, നിങ്ങൾ മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ നെഞ്ചാക്കൂടിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, മദ്യപാനിയാണോ നിങ്ങൾ എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾ അവകാശമാക്കുകയില്ല. സകല മതങ്ങളും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് അനുസരിക്കാം.